ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇത് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ അല്ലാതെ വീട്ടിൽ തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്കൊരു മാംഗോ കേക്ക് ഉണ്ടാക്കാം. ആ കേക്ക് ഉണ്ടാക്കാനായിട്ട് അധികം നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം തയ്യാറാക്കാം. അതിനായിട്ട് റെക്ടാങ്കിൾ ഷേപ്പുള്ള കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള ടിന്നാണിത്. ആദ്യം കുറച്ച് എണ്ണ ഉരുട്ടതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ തൊലിയെല്ലാം ചിറ്റുന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത മാങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് പൊടിച്ചുകൊണ്ട് വരാം. പഞ്ചസാര പൊടിയിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മാംഗോയുടെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊന്ന് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. പതപ്പിച്ചെടുത്ത മുട്ട പഞ്ചസാര മിക്സ് നമുക്ക് ഒരു ഉണങ്ങിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടകളില്ലാതെ ഇളക്കിയെടുക്കാൻ പറ്റും. പൊടിയെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി തിക്കും ആകാൻ പാടില്ല, ലൂസും ആകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. കേക്കിൻ്റെ ബാറ്റർ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടികട്ടിയുള്ള അലൂമിനിയം ഉരുളിയാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ചൂടാക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന ടീൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 45 മുതൽ 50 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ച് കുത്തി നോക്കാം. സ്റ്റിക്ക് ക്ലിയർ ആണെങ്കിൽ ബേക്കായി എന്നുള്ളതാണ്. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. 30 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ല, ബേക്കായില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. അടിവശമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.